ശബ്ദിക്കുന്ന താക്കോലുകൾ. കഥ എഴുതിയത് ജ്യോതിലക്ഷ്മി നമ്പ്യാർ. തുഷാർ ബിൽഡിങ്ങിന്റെ 2ാം നിലയിലെ ഫ്ലാറ്റിലാണ് നവീൻ ഭായ് താമസിക്കുന്നത്. പതിവ് പോലെ അദ്ദേഹം കുളിച്ചു വന്ന് ഹാളിന്റെ ഒരു വശത്തായി ഒരുക്കിയ പൂജാമുറിയുടെ മുന്നിൽ കൈകൂപ്പി പറഞ്ഞു, ജയ് അംബേമാ, ജയ് അംബേമാ, ജയ് അംബേമാ. അതിനുശേഷം അടുത്തു വെച്ചിരുന്ന കറുത്ത ബാഗിൽ നിന്ന് ഓരോ ബിൽഡിങ്ങിന്റെയും പേര് പ്രത്യേകം എഴുതി തിട്ടപ്പെടുത്തിയ വലിയ താക്കോൽ കൂട്ടം കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന തീരുന്നതിനു മുമ്പേ ആരോ കോളിംഗ് ബെൽ അമർത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ നീതാബേൻ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി അക്ഷമയായി നിൽക്കുന്നു. നവീൻ ഭായ് ഗരേച്ചേക്കാ? നവീൻ ഭായ് വീട്ടിലുണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഹാ ചേ, അന്തർ ആവി ജാവോ. നീതാബേൻ അവളെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. നവീൻ ഭായ് ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ദല്ലാളായതിനാൽ ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്നത് സാധാരണമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം ആ പെൺകുട്ടി ഇരിക്കുന്ന സോഫയുടെ എതിർവശത്തുള്ള സോഫയിൽ ഇരുന്നു. ഇരുവരും പരസ്പരം കൈകൂപ്പി നമസ്തേ പറഞ്ഞു. എന്താണ് കാര്യം? അദ്ദേഹം ചോദിച്ചു. അത്യാവശ്യമായി ഞങ്ങളുടെ വീട് വിൽക്കണം, കൂടാതെ വാടകയ്ക്ക് ഒരു വീടും വേണം, അവൾ പറഞ്ഞു. അതിനിടയ്ക്ക് നീതാബേൻ അവൾക്ക് മുന്നിൽ നീട്ടിയ ട്രേയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾ വേഗത്തിൽ കുടിച്ചു. തൂവാല കൊണ്ട് മുഖത്ത് വാർന്നൊഴുകുന്ന വിയർപ്പ് തുടച്ചു. വിൽക്കാനുള്ള വീട് എവിടെയാണ്? അദ്ദേഹം ചോദിച്ചു. വീട് താങ്കൾക്ക് അറിയാമായിരിക്കും. ഗാലാനഗറിൽ 4ാം നിലയിലെ 402ാം നമ്പർ ഫ്ലാറ്റ് ആണ് ഞങ്ങളുടേത്. ഞാൻ രമേശ് ഗാലയുടെ മകൻ ഹിമേഷിന്റെ ഭാര്യ ചാരു ആണ്. രമേശ് ഭായിയുടെ മരുമകളാണോ? അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം. ഇപ്പോൾ പെട്ടെന്ന് വീട് വിൽക്കാൻ എന്താണ് കാര്യം? അദ്ദേഹം ചോദിച്ചു. അച്ഛൻ കിടപ്പിലായിട്ട് ഏകദേശം 2 വർഷമായി എന്നറിയാമല്ലോ. 2 ദിവസം മുമ്പ് ഹിമേഷ് ഓഫീസിൽ തലകറങ്ങി വീണു. അവിടെ നിന്നുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങളെ അറിയിച്ചത്. അവന് സംസാരിക്കാൻ കഴിയാത്ത വിധം നാക്കും ശരീരത്തിന്റെ ഒരു വശവും തളർന്നു. തലച്ചോറിലെ ഒരു ഞരമ്പിന് പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഉടൻ ശസ്ത്രക്രിയ നടത്തണം. അതിനുശേഷം ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ഏകദേശം 15 ലക്ഷത്തോളം ചെലവ് വരും. ഞങ്ങളുടെ ആകെ വരുമാനം ഹിമേഷിന്റെ മാത്രമായിരുന്നു. പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ അവനും കിടപ്പിലാകുമോ എന്ന് ഡോക്ടർമാർ സംശയിക്കുന്നു. അതിനാൽ അടിയന്തരമായി പണം കണ്ടെത്താൻ വേറെ മാർഗമില്ലാത്തതിനാൽ അച്ഛൻ തന്നെയാണ് ഈ തീരുമാനമെടുത്തത്. ഇത്രയും പറഞ്ഞ് അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അതെങ്ങനെയാ പെട്ടെന്ന്? BP എങ്ങാനും കൂടുതലായിരുന്നോ? അദ്ദേഹത്തിന് സംശയം തോന്നി. ജോലിയിലെ സ്ട്രെസ്സോ മറ്റോ ആയിരിക്കാം കാരണം, അവൾ മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഇന്നത്തെ ആളുകൾക്ക് ഉണ്ണാനോ ഉറങ്ങാനോ എന്തിനോ ഒന്നും മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും സമയമില്ല. പണം, സുഖസൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, ഇതിന്റെ പിന്നാലെ ഓടാനേ നേരമുള്ളൂ, അദ്ദേഹം പറഞ്ഞു. അയാളുടെ ഇത്തരം സംസാരമൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനസിക അവസ്ഥയിലായിരുന്നില്ല അവൾ. എത്രയും പെട്ടെന്ന് ഭർത്താവിന്റെ ശസ്ത്രക്രിയ നടത്തണം. മറുവശത്ത് പിഞ്ചു കുഞ്ഞ്, പിന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകാത്ത അച്ഛൻ. നവീൻ ഭായ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ വീട് വിറ്റ് തരണം. എങ്കിലേ ഹിമേഷിന്റെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്താൻ കഴിയൂ, അക്ഷമയോടെ പറഞ്ഞെങ്കിലും അവൾ വിതുമ്പുകയായിരുന്നു. മോളെ, വാടക വീട് പെട്ടെന്ന് തരപ്പെടുത്താം, പക്ഷേ വീട് വിൽക്കാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ആവശ്യക്കാരാണെന്നറിഞ്ഞാൽ വീടിന് വില കുറയും, അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്താലും വേണ്ടില്ല, ഇവിടെ ഉള്ള നിലവിലെ വിലയിൽ നിന്ന് 2-3 ലക്ഷം കുറഞ്ഞാലും പ്രശ്നമില്ല. ഹോസ്പിറ്റലിലെ ബിൽ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ ബിൽ അടയ്ക്കാൻ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വന്നു. പിന്നെ തുടരാൻ അവൾക്ക് കഴിഞ്ഞില്ല. ശരി മോളെ, കരയാതെ പോകൂ. ഞാൻ കഴിയുന്നത്ര ശ്രമിക്കാം. എന്തായാലും നമ്പർ തന്നിട്ട് പോകൂ. അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന നീതാബേൻ സ്വീകരണ മുറിയിലേക്ക് വന്ന് അവളെ സഹതാപത്തോടെ നോക്കി.
അവൾ സാരി തലപ്പുകൊണ്ട് കണ്ണു തുടച്ച് കണ്ണുകളാൽ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. അവൾ പോയതിനു ശേഷം പലരുമായി ബന്ധപ്പെട്ട് വീട് ആവശ്യമുള്ള ചിലരെ കണ്ടെത്തി. വീട് കാണുന്നതിനുള്ള സമയം പറഞ്ഞുറപ്പിച്ചു. പറഞ്ഞത് പ്രകാരം പാർട്ടിയുമായി നവീൻ ഭായ് സമയത്ത് തന്നെ ഗാലാനഗറിലെത്തി. ചാരു വാതിൽ തുറന്ന് അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. അകത്ത് കയറിയപ്പോൾ ഒരു ചെറിയ കട്ടിലിൽ കിടക്കുന്ന രമേശ് ഭായിയെ കണ്ടു. തൊട്ടടുത്ത് വെച്ച സ്റ്റൂളിൽ മരുന്നുകളും ഗുളികകളും നിറഞ്ഞിരുന്നു. കൂട്ടിക്കൊണ്ടുവന്ന പാർട്ടിയെ സോഫയിലിരുത്തി. അവിടെ കണ്ട ഒരു കസേര വലിച്ചിട്ട് നവീൻ ഭായ് കട്ടിലിനടുത്തിരുന്നു. രമേശ് ഭായ് കേം ചോ എന്ന് അദ്ദേഹം ചോദിച്ചു. രമേശ് ഭായിയോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പരിചയം പുതുക്കി. അവർ ഗുജറാത്തിയിൽ കുശല പ്രശ്നങ്ങൾ തുടങ്ങി. ഹിമേഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ രമേശ് ഭായിയുടെ കണ്ണുകൾ നനഞ്ഞു. വിഷയം മാറ്റാൻ എന്നോണം നവീൻ ഭായ് പഴയ ഓഫീസിലേക്കുള്ള ട്രെയിൻ യാത്രകളെയും കൂട്ടുകാരോടൊപ്പം കമ്പാർട്ട്മെന്റിൽ ഷീറ്റ് കളിച്ചിരുന്ന ദിവസങ്ങളെയും ഓർമ്മപ്പെടുത്തി. അദ്ദേഹം ആ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടന്നു. എങ്കിലും നീ ഇപ്പോൾ വിശ്വാസമുള്ള ഒരു ദല്ലാളായി. അന്ന് ജോലി വേണ്ടെന്നെടുത്ത തീരുമാനം തെറ്റിയില്ല, രമേശ് ഭായ് പറഞ്ഞു. പറയുന്നവർക്ക് എന്താ, 2 പാർട്ടികളെ പരിചയപ്പെടുത്തിയാൽ ബ്രോക്കറിന് പണം കിട്ടും. എന്നാൽ എന്നെ പോലുള്ളവർക്ക് ഉത്തരവാദിത്വവുമുണ്ട്. സത്യസന്ധരായ പാർട്ടികളെയാണ് ബന്ധിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നമാകും, നവീൻ ഭായ് പറഞ്ഞു. അതുകൊണ്ടല്ലേ വീട് വാടകയ്ക്ക് കൊടുത്താൽ 2 വശത്തു നിന്നും ഓരോ മാസത്തെ വാടക കിട്ടും. വീട് വിറ്റാൽ 1% കമ്മീഷനും, രമേശ് ഭായ് പറഞ്ഞു. അതൊക്കെ ശരിയാണ്, പക്ഷേ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പാർട്ടിയെ നന്നായി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ലിവിങ് ടുഗദറായി ജീവിക്കുന്നവർക്ക് വീട് കൊടുത്തിട്ട് നാളെ പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ട് കള്ള്, കഞ്ചാവ്, മറ്റ് അനധികൃത കാര്യങ്ങൾ നടന്നാൽ എല്ലാം ദല്ലാളിനെ തന്നെ ബാധിക്കും എന്ന് പറഞ്ഞ് നവീൻ ഭായ് ചിരിച്ചു. രമേശ് ഭായിയും അതിൽ ചേർന്ന് ചിരിച്ചു. അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും പാർട്ടി വീടെല്ലാം കണ്ടുവന്നു. വീട് നന്നായി കണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഉവ്വ്, പാർട്ടി മറുപടി നൽകി. എന്നാൽ ഇനി തീരുമാനങ്ങളെല്ലാം ഫോണിൽ അറിയിക്കാം, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം വന്ന പാർട്ടിയുമായി ഇറങ്ങി. അങ്ങനെ ഓരോ ദിവസവും 1-2 പാർട്ടികൾ വന്നു പോയെങ്കിലും ഗാലാനഗറിലെ 402 നമ്പർ ഫ്ലാറ്റ് വിറ്റുപോയില്ല. ചാരു ആശുപത്രിയിലും വീട്ടിലുമായി നെട്ടോട്ടമോടി. ദിവസേന വരുന്ന ആശുപത്രി ബിൽ അടയ്ക്കാൻ അവൾ പലരിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നു. ഹിമേഷിന്റെ ശസ്ത്രക്രിയ വൈകി പോകുന്നു എന്ന ചിന്ത അവളുടെ ഉള്ളിൽ മെഴുകുതിരി പോലെ കത്തിക്കൊണ്ടിരുന്നു. ചാരുവിന്റെ ഫോൺ കോൾ വരുമ്പോഴെല്ലാം എന്തു പറയണമെന്ന ആശങ്ക നവീൻ ഭായിയെ അലട്ടിയിരുന്നു. അവളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നീതാബെന്നുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. നീതാബെൻ ചെന്ന് വാതിൽ തുറന്നു. ഇതാരാ? മുഹമ്മദ് ഭായിയോ? വരൂ, കയറി വരൂ. അവർ പരിചിത ഭാവത്തിൽ ആഗതനെ ക്ഷണിച്ചു. മുഹമ്മദ് ഭായ് നവീൻ ഭായിക്ക് കൈകൊടുത്ത് കുശല പ്രശ്നങ്ങൾ നടത്തി. ഇത്രയും കാലത്തിനു ശേഷം എന്താ ഇങ്ങനെ വന്നത്? നവീൻ ഭായ് ചോദിച്ചു. ഇപ്പോൾ ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. എൻ്റെ എളാപ്പാടെ മകൾ അലീഷയ്ക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. അവൾക്ക് അടിയന്തിരമായി ഒരു വീട് വേണം. താങ്കളാണെങ്കിൽ വിശ്വാസത്തോടെ ഒന്ന് കണ്ടെത്തി തരുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതിനാണ് വന്നത്. നവീൻ ഭായ് ഉടൻ രമേശ് ഭായിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. അവർ 2 പേരും കൂടി ഗാലാനഗറിലേക്ക് വീട് കാണാൻ പോയി. മുഹമ്മദ് ഭായ് വീടെല്ലാം ശ്രദ്ധയോടെ കണ്ടു. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, തീരുമാനം ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് മുഹമ്മദ് ഭായ് ഇറങ്ങി. ചാരുവിന്റെ കണ്ണിലെ പ്രതീക്ഷ നവീൻ ഭായ് ശ്രദ്ധിച്ചു. അങ്ങനെ ഒടുവിൽ മുഹമ്മദ് ഭായ് ആ വീട് വാങ്ങി. നവീൻ ഭായ് അവർക്കായി വേറൊരു വീട് വാടകയ്ക്കും കണ്ടെത്തി കൊടുത്തു. ഈ ഇടപാട് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞിരുന്നു. ഒരു ദിവസം നവീൻ ഭായ് മറ്റൊരു പാർട്ടിയുമായി ഗാലാനഗറിലെത്തി. അദ്ദേഹം പാർട്ടിയുമായി അകത്തേക്ക് നടക്കുമ്പോൾ ഗേറ്റ് കാവൽക്കാരൻ കൈമാടി വിളിച്ചു. നവീൻ ഭായ്, ഒന്നും തോന്നരുത്. ഭായ് ഇനി പാർട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നാൽ അകത്തേക്ക് വിടരുതെന്നാണ് സൊസൈറ്റി പ്രസിഡന്റിന്റെ ഓർഡർ. നവീൻ ഭായ് ആകെ അമ്പരന്നു. എന്താ കാര്യം? അതൊന്നും എനിക്കറിയില്ല, അയാൾ അല്പം തപ്പലോടെ പറഞ്ഞു. താൻ എന്നെ 17 വർഷമായി അറിയുന്നതല്ലേ, എന്താണെങ്കിലും പറയടോ. പാർട്ടികളിൽ നിന്ന് അല്പം മാറി നിന്ന് അദ്ദേഹം ചോദിച്ചു. അത് ഭായ്. അയാൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ തുടങ്ങി.
തനിക്ക് എന്നെ അറിയില്ലേ? പറയടോ. അദ്ദേഹം വിടാതെ വീണ്ടും ചോദിച്ചു. ബായിക്ക് അറിയാമല്ലോ, ഈ ബിൽഡിങ്ങിൽ മിക്കവാറും വീട്ടുകാരും ഗുജറാത്തികളും സൗത്ത് ഇന്ത്യൻ ഹിന്ദുക്കളുമാണ്. അപ്പോൾ ആ രമേശ് ബായിയുടെ വീട് വിറ്റത്? അയാൾ തല തടവി പറഞ്ഞു. ഇത് കേട്ടതും നവീൻ ബായിക്ക് ഒരു ഷോക്കേറ്റതുപോലെ തോന്നി. കൊണ്ടുവന്ന പാർട്ടിയെ മറ്റൊരു ബിൽഡിങ്ങിലുള്ള വീട് കാണിക്കാൻ കൊണ്ടുപോയി. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ പ്രദേശത്തിലെ ഓരോ ബിൽഡിങ്ങിലും താൻ ഒരു അപരിചിതനായി മാറുന്നത് പോലെ നവീൻ ബായിക്ക് തോന്നി. ഒരു ദിവസം രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് താക്കോൽ കൂട്ടം കയ്യിലെടുത്തപ്പോൾ അതിൽ കുറച്ചു മാത്രമേ താക്കോലുകൾ അവശേഷിച്ചിരുന്നുള്ളൂ. ഒന്നും അറിയാത്തവനായി നടിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും നീതാബേൻ അത് ശ്രദ്ധിക്കാതിരുന്നില്ല. ദിവസേന സന്ദർശകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവൾ കാണുന്നുണ്ടായിരുന്നു. ബിസിനസ് നിത്യേന കുറഞ്ഞു. ആ പ്രദേശത്തുള്ളവർ അദ്ദേഹത്തെ മുഴുവനായി മറന്നതുപോലെ തോന്നി. പലരും പുതിയ ഇടനിലക്കാരായി രംഗത്തെത്തി. നവീൻ ബായ് മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തന്നെ ഇരിപ്പായി. നിത്യജീവിതം പോലും നടത്താൻ ബുദ്ധിമുട്ടായി. പല രാത്രികളിലും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്നും ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങാൻ ശ്രമിച്ചതിനു ശേഷം മെല്ലെ ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് ബാഗിനകത്ത് താക്കോൽ കൂട്ടത്തിലെ താക്കോലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന വിചിത്രമായൊരു ശബ്ദം കേട്ടു. അദ്ദേഹം കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷേ ശബ്ദം കൂടുതൽ ശക്തമായി കാതുകളിൽ തുളച്ചു കയറി. അദ്ദേഹം എഴുന്നേറ്റ് ബാഗിൽ നിന്നും താക്കോൽ കൂട്ടം എടുത്തു. അവ വേർപെടുത്തി ഓരോ ബിൽഡിങ്ങിലെയും അന്തേവാസികളുടെ മതവിശ്വാസമനുസരിച്ച് വെവ്വേറെ കൊളുത്തുകളിലേക്ക് മാറ്റി ബാഗിൽ നിക്ഷേപിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ബാഗിനകത്തു നിന്നൊരു ആഹ്ലാദ ചിരിയുടെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു. ആ ചിരിയിൽ മുഴുകി നവീൻ ബായ് നീണ്ട നിദ്രയിലാണ്ടു.